എല്ലാ കൂട്ടുകാർക്കും അലീസയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ബൗണ്ടി ബാറാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ബൗണ്ടി ബാറിന്. വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ബൗണ്ടി ബാർ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാന് എടുത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. ഈ ഡെസിക്കേറ്റഡ് പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് 1/2 കപ്പ് പാലാണ്. അപ്പം നമ്മൾ ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കോ ക്രീമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. നമ്മൾ ഈ പാലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ കയ്യിലെടുത്ത് നോക്കണം നന്നായിട്ട് പാൽ അതിൽ അബ്സോർബ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതിപ്പോൾ നന്നായിട്ട് പാല് അബ്സോർബ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ലൊരു ഡ്രൈ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. നമുക്ക് ഉരുട്ടുന്ന പരുവത്തിലാവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തണുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ചൂടൊക്കെ മാറി നമുക്കിതിനെ ഉരുട്ടാനുള്ള പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഉരുട്ടിയിട്ട് മാത്രം നമ്മൾ ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർത്തിട്ടില്ലല്ലോ, മിൽക്കാണല്ലോ ചേർത്തിരുന്നത്. അപ്പം അതിൻ്റേതായ തൊട്ട് ഒരു ചെറിയൊരു ഉരുട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യമേ കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ പിന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഡയറി മിൽക്കാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 7 ഡയറി മിൽക്കാണ് എടുത്തേക്കുന്നത്. മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സ്റ്റീൽ പ്ലേറ്റ് ആണ്. നമ്മളിതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. അതിന് ഞാൻ കുറച്ച് ബട്ടർ അതിലോട്ട് തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരമണിക്കൂർ ഫ്രീസറിൽ നമ്മുടെ സെറ്റ് ചെയ്യാൻ വെച്ച സാധനം നമുക്ക് ഈ ചോക്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോർക്ക് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ കൈ വെച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. അതിലും എളുപ്പം ഫോർക്കോ അല്ലെങ്കിൽ ഫോർക്ക് ഇല്ലാത്തവരാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് നമുക്ക് വെക്കാം. ഇതിപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്റ്റിഫായിട്ട് കിട്ടത്തില്ല. അപ്പം ഉള്ളവരാണെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടെയാണല്ലോ ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം തന്നെ ചെയ്തിട്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ പ്ലേറ്റോട്ടാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റ് ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചിലവ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.